ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ജഗനങ്ങളെ, എന്നെ അങ്ങ് എന്റെ അച്ഛമ്മയുടെ അടുത്ത് കൊണ്ടാക്ക് ജഗനങ്ങളെ. മന്ദിരമ്മയും മോളുടെ കൂടെ വരാം. ആരും ഇപ്പൊ എങ്ങോട്ടും പോണ്ട. പോകേണ്ടത് വന്ദനം നിയമങ്ങളൊന്നുമല്ല, അപ്പച്ചയാ. അപ്പച്ചയുടെ ഓരോ ദിവസത്തെ പ്രവൃത്തി കാണുമ്പോഴും എനിക്കാണെങ്കിൽ സംശയം ഇരട്ടിച്ചു വരിക. അതേ വന്ദനെ, അപ്പച്ചയെ ആരോ വരുത്തിയതാ. അതേതായാലും അമ്മയല്ല, അച്ഛനാകാനും ഒരു വഴിയില്ല. ഇവര് രണ്ടാളും അല്ലാതെ ഈ വീട്ടിലെ ആരെ വേണമെങ്കിലും സംശയിക്കാം. സാധ്യത കൂടുതൽ വിദ്യാർത്ഥി ആവാനാ. ഇപ്പോഴത്തെ രീതിയൊക്കെ വെച്ച് നോക്കുമ്പോ ജിതേന്ദ്രൻ ചേട്ടനെ മാറ്റി നിർത്താനാവില്ല. ഇനി എന്റെ അനിയത്തി ഹരിതയുടെ ബുദ്ധി പ്രവർത്തിച്ചതാണോ അപ്പച്ചയുടെ വരവെന്ന് എനിക്ക് സംശയമുണ്ട്. ആരോ താക്കോല് കൊടുത്ത് പ്രവർത്തിപ്പിക്കുക അപ്പച്ചയെ. ചിലപ്പോ ആലോചിക്കുമ്പോ അവരൊക്കെ പറയുന്നതിലും കാര്യമുണ്ട് ജഗ. പ്രൗഢിയും പാരമ്പര്യവുമുള്ള ഈ കുടുംബത്തിലേക്ക് വന്നു കയറാനുള്ള യോഗ്യത ഓട്ടോ ഓടിച്ച് ജീവിക്കുന്ന മാധവൻ നായരുടെ മക്കൾക്കില്ല. വന്ദനെ, മാധവൻ നായരുടെ മകള് ഈ വീട്ടിലേക്ക് വലിഞ്ഞു കയറി വന്നൊന്നുമല്ല. ഞാനൊരർത്ഥത്തിൽ ചതിച്ച് സ്വന്തമാക്കിയതാ. അതൊക്കെ ഞാൻ മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാ. തുല്യത ഉള്ളവര് തമ്മിലെ എന്നും കല്യാണം പാടുള്ളൂ. ഈ വീടിന്റെ നിലയ്ക്കും വിലയ്ക്കും ചേർന്ന സമ്പത്തോ പ്രൗഢിയോ ഒന്നും എന്റെ വീട്ടിലില്ല. അതുകൊണ്ട് അപ്പച്ചി, അന്തസ്സിന്റെയും പ്രൗഢിയുടെയും വേര് തേടിപ്പോയ അവിടെയും വന്ദനയായിരിക്കും മുൻപന്തിയില്. തറവാട്ടുമുറ്റത്ത് 7 ആനയുണ്ടെന്ന് വീമ്പിളക്കിട്ട് കാര്യമില്ല. അത് സത്കർമ്മം കൊണ്ട് പേര് കേട്ട അളവറ്റ് സ്വത്തും സമ്പാദ്യമുള്ള ശ്രീമംഗലം കോവിലകത്തെ ദാമോദരൻ വർമ്മയുടെ കൊച്ചുമകളോളം വരില്ല ഒന്നും. ആ മുത്തശ്ശി ദുഷ്ടത്യാ. ഡാഗിനി അമ്മൂമ്മയെ പോലെ ആ ഡാഗിനി അമ്മൂമ്മയും ഇവിടെ നിന്ന് ഓട്ടിക്കണം ജഗനങ്ങളെ. മോളെ, ആവശ്യമില്ലാത്തൊന്നും പറയരുത്. ദീമോള് പറഞ്ഞത് ശരിയാ. അങ്ങള് ആ മുത്തശ്ശി ഇവിടുന്ന് ഓടിക്കാം. മോള് സമാധാനമായിട്ടിരിക്കെ. മാനത്തെ കൊട്ടാരം